ഹലോ, അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ലിയോറ ഫെസ്റ്റിൻ്റെ രണ്ടാമത്തെ ദിന പരിശീലനമാണ്. നമ്മളിപ്പോൾ കുമരകം റിസോർട്ടിലാണ്, ആലപ്പുഴ തണ്ണീർമുക്കം. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റിസോർട്ടിൻ്റെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പം ദോശ ഇഡലി ഉണ്ടായിരുന്നു. തട്ട് ദോശയും ഇഡലിയും ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ കായലിൻ്റെ തീരത്തോട്ട് ചെന്ന് ലേഖനമാരി ആൻറ്റിയുണ്ട്, അർജുനുണ്ട്, നമ്മുടെ ഷാജഹാൻ ഫിദയും അവളുമാർ രണ്ടും അപ്പുറത്താണ്. ഞാനും അർജുനും ശങ്കർനാഥും ലേഖനമാരി ആൻറ്റിയും കൂടെ കായലിൻ്റെ ഓളങ്ങൾ അങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. വളരെ മനോഹരമാണ് കേട്ടോ, കായലിൽ കൂടെ കാണാനൊക്കെ നല്ല അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് അടുത്ത സെക്ഷനുണ്ട്. അപ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡീറ്റെയിൽ സെക്ഷൻ ഒന്നും വിടുന്നില്ലല്ലോ. അപ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സെക്ഷൻ തുടങ്ങാറായി ഹാളിലേക്ക് പോവുകയാണ്. വളരെ നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ റിസോർട്ടൊക്കെ. ചൂണ്ടയിടാനൊക്കെ സൗകര്യമുണ്ട്, നമ്മളതൊന്നും വിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നല്ല ഇതാണ്. പക്ഷെ നമ്മുടെ അയ്യങ്ങളിലൊക്കെ പോച്ച കിളിച്ചിരിക്കുമ്പോൾ ഇത്രയും ഭംഗിയില്ല കേട്ടോ. റിസോർട്ടിന് ചുറ്റും നമ്മുടെ മുറ്റങ്ങളിലൊക്കെ കാണുന്ന സാധാ പോച്ചയില്ല ഒരു സൈസ്, ആ പോച്ചയാണ്. ഐ മീൻ പുല്ല്. ഓരോ സ്ഥലങ്ങളിലും ഓരോന്നാണല്ലോ പറയുന്നത്. ഞങ്ങളുടെ ചെങ്ങന്നൂരൊക്കെ പോച്ച, കാട്, ചപ്പ് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ പോവാണ്. ഇവിടെ നല്ല അറ്റ്മോസ്ഫിയർ, നമുക്കെല്ലാം സൗകര്യവും നല്ല ഇതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ലിച്ചി, ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് അവർ ഹാളിലോട്ട് പോയി. ഞാനിവിടെ റിസപ്ഷനിൽ നമുക്ക് വെള്ളം മേടിക്കാൻ വന്നു. ഇവിടുത്തെ വെള്ളം ഇത് നമുക്ക് കോഫിക്കൊക്കെ ആയിട്ട് റൂമിൽ അലൗഡാണ്. അത് തീർന്നു കഴിഞ്ഞാൽ പുതിയ കുപ്പി മേടിച്ചു. പുതിയത് നമ്മുടെ പൊട്ടിക്കാൻ വെച്ച പ്രയാസമുണ്ട്, ഞാൻ കടിച്ച് പൊട്ടിച്ചു. പക്ഷേ ഇത് നല്ല മിനറൽസ് വാട്ടറാണ്, നല്ല വലിയ കുപ്പി ഒക്കെയാണ്. എല്ലാവരും വിചാരിക്കും കള്ളുകുപ്പിയാണെന്ന്. അതിപ്പോൾ ശങ്കർനാഥ് പറഞ്ഞു, അതാണ് ഞാൻ ചിരിച്ചത്. ഞാൻ പൊട്ടിച്ചു, പിന്നെ കുടിച്ചു. അന്നേരം അവൻ പറഞ്ഞു കൊള്ളാവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊള്ളാം. അവൻ അവിടെ അങ്ങ് നിൽക്കുക. അപ്പോൾ നമ്മളങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ഇതെല്ലാം ഓരോ റൂംസാണ്. ഇവിടെ പ്രോഗ്രാംസിന് മാത്രമല്ല, ടൂറിസ്റ്റുകൾക്കും ഒക്കെ ആയിട്ട് ഈ റിസോർട്ടിൽ വരാൻ സാധിക്കും. എല്ലാം ഇവിടെ നമുക്ക് സൈക്ലിംഗ് ഒക്കെ ഉണ്ട്, ഈവനിങ് വാക്കിങ്ങിനായിട്ട് സൈക്കിളൊക്കെ ചവിട്ടാം, പാർക്ക് ഉണ്ട്, അതൊക്കെ ഉണ്ട്. നമ്മളതൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ ഹാളിലോട്ട് പോവുകയാണ്. ലേഖനകുമാരി ആൻറ്റി അർജുനും ഒക്കെ പോയി. അപ്പോൾ നമ്മൾ ഹാളിലോട്ട് കയറി അടുത്ത പരിപാടിക്കായിട്ട് പോവുകയാണ്. അടുത്ത പരിപാടി എന്ന് സെക്ഷൻ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കൾച്ചറൽ പ്രോഗ്രാമാണല്ലോ, എന്നിട്ടാണ് അടുത്ത സെക്ഷൻ. അപ്പോൾ നമുക്കതൊന്ന് കേട്ട് നോക്കിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ അടുത്ത പാട്ടൊക്കെ ആസ്വദിച്ച് ഇരിക്കുകയായിരുന്നു. വളരെ നല്ല പാട്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്കൊരു സെക്ഷനോട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ടീ ബ്രേക്ക് ആയിരുന്നു. നമുക്കിവിടെ എരിവുള്ളൊരു കുക്കീസും ചായയായിരുന്നു. അജയകുമാർ സാറ്, മാറ്റിക്കോട്ടയം ജില്ലയിലെ ആൾക്കാർ നമ്മുടെ കൂടെ കയറി. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് അടുത്തൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ അടുത്ത സെക്ഷന് പോയി. ഞങ്ങളെ ഓരോ ഗ്രൂപ്പ് തിരിച്ചിട്ടു. ഭയങ്കര ടഫ് എന്ന് തന്നെ പറയാം. ചിന്തിക്കുക, ഇന്നവേറ്റീവായ ഐഡിയകൾ കണ്ടുപിടിക്കുന്നതായിരുന്നു അടുത്ത സെക്ഷൻ. വളരെ ഇന്നവേറ്റീവ്. ഞാനും അർജുനും കിട്ടി പോലും ഇല്ല. ഒടുക്കം ഞാൻ പരിശ്രമിച്ചൊരു ഇന്നവേറ്റീവായ എൻ്റെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെടിച്ച് കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. നമുക്കിന്ന് സ്പെഷ്യൽ എന്ന് പറയാൻ ചോറിൻ്റെ കൂടെ സദ്യ പോലെ എല്ലാ ഐറ്റംസും പായസം ഉൾപ്പെടെയും പിന്നെ ചിക്കനും ഫിഷും അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെയും കായലിൻ്റെ തീരത്തേക്ക് കഥകൾ പറയാനായിട്ട് ഇങ്ങോട്ട് വന്നു. പിന്നെ ഞങ്ങൾ ലേഖനേൻ്റെ കുറച്ച് റൂമിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അങ്ങനെ കായലിൻ്റെ തീരങ്ങൾ ആസ്വദിച്ച് ഞങ്ങൾ മടങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ കായലിൻ്റെ സൗന്ദര്യവും ലേഖനവും അനിയൻ്റെ വർത്താനവും ഒക്കെ കേട്ട് അപ്പോൾ
നമ്മുടെ റിസോർട്ടിനോട് വിട പറയാം എന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉച്ചവരെയുള്ള സെക്ഷനെല്ലാം പൂർത്തിയാക്കി 2 മണി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഓരോ സ്ഥലത്തിലേക്ക് പോവുകയാണ്. റിസോർട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇറങ്ങി. അപ്പോൾ ഞങ്ങളെല്ലാവരും കാറിൽ കയറി ഓരോരുത്തരടുത്ത് ഇറങ്ങി. ഫിദയും ഞാനും നന്ദനയേ ഉള്ളൂ ഇച്ചിരി ദൂരെ ഇറങ്ങാൻ. അർജുൻ മുട്ടാറാണ്. ശങ്കർനാഥിനെ അവർ RP വന്ന് കൊണ്ടുപോയി. ഞങ്ങൾ 4 പേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ അർജുൻ ഇറങ്ങി ഞങ്ങളിങ്ങനെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ മാന്നാറൊക്കെ ആയി. അപ്പോൾ ഞങ്ങളിവിടെ അഗ്രികൾച്ചർ വൃന്ദാവനത്തിൽ ഇറങ്ങി. ഞങ്ങൾ റോസാച്ചെടിയൊക്കെ മേടിച്ചു. ഇത് നന്ദന മേടിച്ചു. നന്ദന പിന്നെ എനിക്കും റോസാപ്പൂവും തെറ്റിയൊക്കെ മേടിച്ചു. അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോയുടെ അവസാനിക്കുന്നു. നന്ദി.